ഹായ്, ഞാൻ ഇന്നൊരു ഡ്യൂഡിൽ ഇലൂഷൻ ആർട്ടാണ് വരയ്ക്കുന്നത്. ഇതുപോലെ ഒരുപാട് എല്ലാവരും വരയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലേ? ഞാനും ഒരുപാട് കണ്ടിട്ടുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ തോന്നിയൊരു കൗതുകം. വരയ്ക്കാനൊന്നും അറിയില്ലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് തോന്നി. അതിനായി ഞാനൊരു ബുക്കും കുറച്ച് കളറുകളും വാങ്ങി. ഇപ്പോഴൊക്കെ പല ടൈപ്പ് കളർ പെയിനുകളൊക്കെ അവൈലബിൾ ആണല്ലേ? അതൊക്കെ വാങ്ങിക്കാനും പറ്റുന്നുണ്ട്. എന്നാൽ ഇത് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സറിയാതെ പോകുന്ന ഒരു പഴയ കാലത്തേക്കാണ്. എവിടേക്കാണെന്നല്ലേ? ഒരു ക്രയോൺസെങ്കിലും സ്വന്തമായി ഉണ്ടായിരുന്നെങ്കിലും തോന്നിയിട്ടുള്ള ഒരു കുട്ടിക്കാലത്തിലേക്ക്. അന്നൊക്കെ ആകെ ഉണ്ടായിരുന്നത് വരച്ചാൽ അപ്പുറത്ത് വരെ മഷി വിടുന്ന സ്കെച്ച് പെയിനുകളായിരുന്നു. അതിൻ്റെ മഷി തീർന്നു കഴിയുമ്പോൾ ഉജാലയൊക്കെ ഒഴിച്ചിട്ട് അതുകൊണ്ട് എഴുതുന്നതും വരയ്ക്കുന്നതും ഒക്കെ ആയിരുന്നു എൻ്റെ അസൈൻമെൻറ്റിൻ്റെ കവർ പേജുകൾ. അതൊക്കെ ഒരു കാലം. ശക്തിമാനും കാട്ടിലെ കണ്ണനും ഹീമാനും പോപ്പോയും ഒക്കെ കാണാൻ വേണ്ടി കാത്തിരുന്ന ദിവസങ്ങൾ ഓർമ്മയുണ്ടോ? ശക്തിമാനെ പോലെ കറങ്ങിയും സൈക്കിൾ ടയർ ഉരുട്ടിയും പാടത്തും പറമ്പിലും ഒക്കെ കളിച്ചും സന്ധ്യ വരെ സമയം പോയിരുന്ന് അറിഞ്ഞിരുന്നില്ലല്ലേ? ഓണം വരുന്നതും വിഷു വരുന്നതും ക്രിസ്മസ് വരുന്നതും ഒക്കെ നേരത്തെ തന്നെ ഫീൽ ചെയ്തിരുന്നൊരു കാലം. അതൊക്കെ ഒരു പ്രത്യേക സന്തോഷം തന്നിരുന്നേ. പുതിയ ഓണക്കോടിയൊക്കെ ധരിച്ച് രാവിലെ പാടത്തും തൊടിയിൽ ഇറങ്ങി പൂക്കൾ പറിക്കുന്നതും പൂക്കളം ഒരുക്കുന്നതും ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കുന്നതും ഒക്കെ ഇന്ന് ഓർമ്മയിലുണ്ട്. അന്ന് ഫോട്ടോകളൊക്കെ കുറവായിരുന്നു, പക്ഷേ ഓർമ്മകൾ കൂടുതലാണ്. കളിപ്പാട്ടങ്ങൾ കുറവായിരുന്നു, പക്ഷേ സന്തോഷം കൂടുതലായിരുന്നു. ഇന്ന് കാലം ഒരുപാട് മാറി. പാടങ്ങൾ പലതും ഇല്ലാതായി. തൊടികൾ മണ്ണിട്ട് നിർത്തി പൂക്കൾ പറിക്കാൻ പോകുന്ന കുട്ടികളെയും അപൂർവമായാണ് കാണുന്നത്. ശക്തിമാനും കാട്ടിലെ കണ്ണനുമൊന്നും ഇപ്പോഴില്ല. ഡോറയെയും ഹൈദിയെയും ഒക്കെ കൊണ്ടത് റീപ്ലേസ് ചെയ്തു. ചിലപ്പോൾ ഒരു മഴ, ഒരു പൂവിൻ്റെ മണം, അതുമല്ലെങ്കിൽ ചില ചിത്രങ്ങൾ, അങ്ങനെ പലതും നമ്മുടെ ആ കാലത്തിലേക്ക് തിരികെ കൊണ്ടുപോകാറില്ല. ഇടയ്ക്കെങ്കിലും ഉണ്ടാവും. കാരണം ബാല്യം എന്നത് കഴിഞ്ഞു പോയത് കാലം മാത്രമല്ലല്ലോ, ജീവിതം മുഴുവൻ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന മനോഹരമായ ഒരു ഓർമ്മ കൂടിയാണ്. പഴയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓർമ്മയിലേക്ക് വരുന്നില്ലേ? ഇല്ലേ? എന്നാൽ ഞാൻ വരച്ച ഈ പടം എങ്ങനെയുണ്ടെന്ന് പറയാമോ? ഇഷ്ടപ്പെട്ടോ? ഇതൊരു ശ്രമം മാത്രമാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.